അമ്മുക്കുട്ടിയുടെ ശരീരത്തിൽ തീരെ അഴുക്കില്ല. കറുത്ത കരയുള്ള മുണ്ടിന് നല്ല തൂവെള്ള നിറം. അവൾ ജനാലയ്ക്കടുത്ത് നിൽക്കുമ്പോൾ മട്ടിപ്പശിയുടെയും കൈതപ്പൂവിൻ്റെയും മണമുണ്ടായിരുന്നു. വേലായുധൻ തൻ്റെ കൈത്തണ്ട മൂക്കിനോടടുപ്പിച്ചു. ഹൈ, കോഴിക്കാട്ടത്തിൻ്റെ ദുർഗന്ധം ഓക്കാനം വരുന്നു. അപ്പോൾ വിരലിൽ തൊടുന്നേരം ചളി പറ്റുകയില്ലേ? അമ്മുക്കുട്ടിക്ക് അറച്ചു കാണും. തൊട്ടത് അമ്മായി കണ്ടിരുന്നെങ്കിൽ പിന്നെ നോക്കണ്ട. എത്ര പേരുടെ വകയായിരിക്കും അടി. എല്ലാവരുടെയും തല പൊട്ടിത്തെറിക്കട്ടെ. അമ്മാമ്മയും അച്യുതൻ നായരും അമ്മായിയും വലിയമ്മയും എല്ലാം. ശങ്കരൻകുട്ടിയും. അവൻ വെറുതെ പരിഹസിക്കും, ഉറക്കെ ആർത്തു ചിരിക്കും, എന്ത് കാണിച്ചാലും. എന്നിട്ട് അടുത്ത് വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ അവരോട് വിളിച്ചു പറയും, അതേ, ഈ വേലായുധേട്ടന് നൊസ. അവൻ്റെ തലയും പൊട്ടിത്തെറിക്കട്ടെ. അമ്മുക്കുട്ടി പരിഹസിക്കുകയില്ല. അവൾ വേദനിപ്പിക്കാറുമില്ല. ഭഗവതി അവൾക്ക് നല്ലത് വരുത്തണേ. ഇടവഴിയുടെ ഇരുവശത്തും മുളങ്കാടുകളാണ്. താഴെ സർപ്പക്കാവ്. വള്ളിക്കൂട്ടങ്ങൾ പാമ്പുകളെപ്പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. പകലായതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. രാത്രിയിൽ അവിടെ ചെകുത്താന്മാർ തീക്കട്ടകൾ ചവച്ചുകൊണ്ട് തുള്ളിക്കളിക്കും. ഇടവഴി ചെന്നെത്തുന്നത് കുന്നിൻ്റെ ചെരുവിലാണ്. അവിടെ ഗോമാവിൻ്റെ ചുവട്ടിലെ കിണറ്റിൽ നിന്ന് ചെറുമികൾ വെള്ളം കോരുന്നുണ്ട്. വേലായുധൻ അങ്ങോട്ട് നോക്കിയില്ല. ചെറിയമ്പ്രാൻ എങ്ങട്ടാ? അവൻ മിണ്ടിയില്ല. അവൾക്കതറിഞ്ഞിട്ട് എന്തു വേണം? അമ്മാമ്മയോട് പറയാനായിരിക്കും. അച്യുതൻ നായരെ വിളിച്ചു വരുത്താനാണോ? വഴിവക്കിൽ ചെമ്മണ്ണ് വെട്ടിയുണ്ടാക്കിയ ആകൃതിയൊത്ത കുഴിയിലേക്ക് ഊക്കോടെ ഒരു കല്ലെറിഞ്ഞു. അവൻ പതുക്കെ പതുക്കെ കുന്നുകയറി. അപ്പോൾ വെള്ളം കോരുന്ന ചെറുമി കുഞ്ഞിൻ്റെ തലയിൽ വെളിച്ചെണ്ണ പുരട്ടുന്ന കൂട്ടുകാരിയോട് പറഞ്ഞു, അതിനെ എങ്ങനെ പുറത്തു വിടണത് എന്തിനാണ്? ആ മേലാൻ കിടന്നുറങ്ങായിരിക്കും. വേലായുധൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചില്ല. തിരിഞ്ഞു നോക്കാതെ കുന്നുകയറി. കണ്ണാന്തളികൾ ചെരുവിൽ നിറയെ ഉണങ്ങി നിൽക്കുകയാണ്. കുന്നിൻ്റെ വയറിലൊരു അരിമ്പാറ പോലെ കിടക്കുന്ന പാറക്കെട്ടുണ്ട്. അവിടെ ചിതറിക്കിടക്കുന്ന പനങ്കുരു പെറുക്കിയെടുക്കണമെന്ന് തോന്നിയിട്ടാണ് വേലായുധൻ അതിന്മേൽ കയറിയത്. പാറക്കെട്ടിൻ്റെ നെറുകയിൽ നിന്ന് നോക്കുമ്പോഴല്ലേ എന്തൊരത്ഭുതമാണ് കാണുന്നത്. താഴെ പാമ്പിൻ കാവും അപ്പുറം കവുങ്ങിൻ തോപ്പും അതിനിടയിൽ വീടിൻ്റെ ഓടുമേഞ്ഞ മേൽപ്പുരയും കാണാം. ദൂരെ കിഴക്ക് കട്ട വിണ്ടുകിടക്കുന്ന പാടങ്ങൾ, മറുകരയിൽ ചെമ്മണ്ണ് നിറമുള്ള നിരത്ത്, അതിനപ്പുറം പുഴയാണ്. മണൽത്തിട്ടിൻ്റെ അരികിലൂടെ പുഴ ഒഴുകുന്നു. മണൽത്തിട്ട് കണ്ടപ്പോൾ വേലായുധൻ്റെ മനസ്സിൽ ചില ഓർമ്മകൾ ഉയർന്നു. വെള്ളരിവള്ളികൾ പടർന്നു കിടക്കുന്ന മണൽത്തിട്ട്, കാലിക്കൂട്ടങ്ങളെ കഴുകാൻ കൊണ്ടുവരുന്ന ചെറുമക്കുട്ടികൾ, കയറിൽ കുരുത്തോലകൾ കെട്ടി വെള്ളത്തിലൂടെ വലിച്ചു കയറ്റിപ്പോകുന്ന